കുവൈറ്റിലെ യു.എസ്. സൈനിക ആസ്ഥാനത്ത് ഡ്രോൺ ആക്രമണം. ഹോർമൂസ് തീരത്ത് കാർഗോ കപ്പലിനെതിരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓപ്പറേഷനാണ് കപ്പലിനെതിരെ ആക്രമണം നടന്നതായി അറിയിക്കുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചെയ്തു. ഐസൻ, ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇന്നലെയും വാർത്തയുണ്ടായിരുന്നല്ലോ, എല്ലാ പ്രശ്നവും ഒതുങ്ങി, വലിയ ചർച്ചകൾ നടക്കുകയാണ്, കോംപ്രമൈസ് ആയി എന്നൊക്കെ പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നുവല്ലോ. ഈ ഓരോ ദിവസവും നമ്മളിങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകുമെന്ന് ട്രംപ് പറയുന്നു, പിറ്റേ ദിവസം അടിക്കുന്നു, ഇറാൻ അങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ചു വാങ്ങുന്നു. എന്താണിപ്പോൾ സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വടക്കൻ കുവൈറ്റിലെ ഒരു അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്കാണ് ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്ന ആക്രമണം കുറച്ച് രൂക്ഷമായ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 3 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് നടന്നതെന്നാണ് പ്രാഥമികമായ ദൃശ്യങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് കുവൈറ്റിനും അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള ഒരു ധാരണയിലേക്ക്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൈനികമായ ഒരു ധാരണയിലേക്ക് നീങ്ങുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക ലഫ്റ്റനന്റ് ജനറൽമാർ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം എന്നതും ഏറ്റവും നിർണായകമാണ്. അതും യുഎസിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തന്നെ കൃത്യമായി ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടത്തുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഈ ആക്രമണം, അതായത് കുവൈറ്റിലെ സംവിധാനങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണത്തിനുള്ള നീക്കങ്ങൾ വീണ്ടും തുടരുകയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇറാൻ്റെ പ്രോക്സികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് പല വിശദീകരണങ്ങളൊക്കെ നൽകിയത് ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യം നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ആക്രമണങ്ങൾ തുടരുന്ന രീതി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നത് ഒരു ആശയക്കുഴപ്പം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എങ്കിൽ കൂടി ഒരു സമാധാന ധാരണയിലേക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇന്നലെ ട്രംപ് പറഞ്ഞ ഏറ്റവും നിർണായകമായൊരു പരാമർശം ഹോർമൂസ് കുറെ കൂടി സുരക്ഷിതമാക്കുന്നതിനും തുറക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ്. പക്ഷേ ഇന്ന് മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ബ്രിട്ടൻ്റെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിൻ്റെ വിഭാഗത്തിൻ്റെ കൃത്യമായ നിലപാട് പുറത്തു വന്നിരിക്കുന്നത് ഒരു കപ്പൽ കൂടി ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആക്രമിക്കപ്പെട്ട കപ്പലിൻ്റെ വിശദാംശങ്ങൾ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനവും അല്ലെങ്കിൽ ആ ഡിക്ലറേഷൻ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നതും ഏറ്റവും ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആശയക്കുഴപ്പമുണ്ടാകുന്ന പല പ്രവർത്തനങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കുവൈറ്റിന് നേരെ നടന്ന ഈ ആക്രമണം, കുവൈറ്റിലെ യു.എസ്. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്.